രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വാഹനങ്ങളിൽ ഇന്ധന കളർ കോഡുകൾ നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി. അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പ്രസ്താവന. ആർട്ടിക്കിൾ 142 പ്രകാരം വാഹന ഉടമകൾ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾക്ക് കളർ കോഡ് സ്റ്റിക്കർ പതിക്കുന്നത് നിർബന്ധമാക്കുന്നതിനായി ഇടപെടുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പെട്രോളിന് നീലയും ഡീസലിന് ഓറഞ്ചും നിറമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ഇന്ധനത്തിന്റെ തരം തിരിച്ചറിയാൻ സഹായിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ അഭയ് എസ് AG മസിഹ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇന്ത്യയിലുടനീളം ഈ പദ്ധതി പ്രായോഗികമാക്കുന്നതിന് മോട്ടോർ വാഹന നിയമപ്രകാരം ചില പരിമിതികൾ ഉണ്ടെന്നും ഇത് ആർട്ടിക്കിൾ 142 പ്രകാരം പരിഹരിക്കപ്പെടുമെന്നും കോടതി വ്യക്തമാക്കി. ഉത്തരവ് നടപ്പാക്കണമെന്നും അല്ലെങ്കിൽ കോടതി അധികാരം വിനിയോഗിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. 2018 ഉത്തരവിനും 2019 മോട്ടോർ വാഹന ചട്ട ഭേദഗതിക്കും ഇടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഇതോടൊപ്പം കോടതി വ്യക്തമാക്കി. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മാർക്കിങ്ങിനായി പ്രത്യേക ഡിസ്പ്ലേ ഏരിയ നൽകിയെങ്കിലും ഹോളോഗ്രാമോ കളർ കോഡോ നൽകിയിരുന്നില്ലെന്നും കോടതി പരാമർശിച്ചു. ഓർഡറുകൾ പാസാക്കുന്നത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നും കളർ കോഡുകൾ നടപ്പിലാക്കണമെന്നും ഹോളോഗ്രാമുകൾക്കും കളർ കോഡിങ്ങിനും അതിന്റേതായ നേട്ടമുണ്ടെന്നും കോടതി വിധിയിൽ കൂട്ടിച്ചേർത്തു. നിലവിലെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിലെ നടപടികൾ പ്രകാരം ഡീസൽ വാഹനങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു. ഇത് പ്രകാരം 2018 ഇന്ധന തരങ്ങൾ തിരിച്ചറിയുന്നതിനും മലിനീകരണ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനുമായി ഹോളോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള കളർ കോഡ് സിസ്റ്റം സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 2018 നിർദ്ദേശം ഡൽഹിയിൽ മാത്രം പ്രായോഗികമാക്കേണ്ടതല്ലെന്നും രാജ്യത്താകമാനം ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നുമാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2018 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 2020 ഓഗസ്റ്റ് മുതൽ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾക്ക് കളർ കോഡുള്ള സ്റ്റിക്കറുകൾ നിർബന്ധമാക്കിയിരുന്നു. ഭരണഘടനയിലെ അനുച്ഛേദം 142 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് രാജ്യവ്യാപകമായി ഇത്തരം സ്റ്റിക്കറുകൾ പ്രയോഗിക്കുന്നതിനുള്ള ഉത്തരവ് കോടതി നൽകും. ജനുവരി 15 ഈ വിഷയത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവരോട് ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ്. K5 ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.